Good morning students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ഫൈനൈറ്റ് വേർഡ് ലെങ്ത് എഫക്റ്റ് ആയ ക്വാണ്ടൈസേഷൻ ഓഫ് ഫിൽറ്റർ കോഎഫിഷ്യൻസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വാണ്ടൈസേഷൻ ഓഫ് ഇൻപുട്ട് ഡേറ്റയാണ്. അടുത്ത ഫൈനൈറ്റ് വേർഡ് ലെങ്ത് എഫക്റ്റ് ആണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഫിൽറ്റർ കോഎഫിഷ്യൻറ്റ്. ഇതിങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് 10 മാർക്കിന് എക്സ്പ്ലെയിൻ ക്വാണ്ടൈസേഷൻ ഓഫ് ഫിൽറ്റർ കോഎഫിഷ്യൻറ്റ് തിയറി ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ എഫക്റ്റും ഒരു പ്രോബ്ലവും കൂടെയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളിത് 10 മാർക്കിന് ചോദിക്കുമ്പം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ അതായത് ഫിൽറ്റർ കോഎഫിഷ്യൻസിനെ ക്വാണ്ടൈസ് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത് അതാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. സോ വി നോ ദാറ്റ് ഇൻ ദർ ആർ ഫിൽറ്റർ കോഎഫിഷ്യൻസ് ഫോർ FIR ആസ് വെൽ as IIR ഫിൽറ്റേഴ്സ്. സോ നമുക്കൊരു FIR or IIR ഫിൽറ്റർ വി ഹാവ് ടു റിയലൈസ് ഫിൽറ്റർ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി സ്പെസിഫൈഡ് ഇസ് ലിമിറ്റഡ് ബൈ ദ വേർഡ് ലെങ്ത് ഓഫ് രജിസ്റ്റർ യൂസ് ടു സ്റ്റോർ ദ കോഎഫിഷ്യൻസ്. നമുക്കറിയാം നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന എല്ലാം ഡിജിറ്റൽ പ്രോസസ്സിംഗ് ആണ്. സോ ഓരോ ഫിൽറ്ററിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ ഓരോ കോഎഫിഷ്യൻസ് ആണ്. ആ കോഎഫിഷ്യൻസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി ലിമിറ്റഡ് ബൈ ദ സൈസ് ഓഫ് ദ രജിസ്റ്റർ. നമ്മൾ ഏത് രജിസ്റ്റർ ആണോ സ്റ്റോർ ചെയ്യുന്നത് അതിൻ്റെ വേർഡ് ലിമിറ്റിലേക്ക് നമ്മൾ ലിമിറ്റ് ചെയ്യണം. സോ അപ്പോൾ എങ്ങനെ ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച പോലെ യൂഷ്വലി ക്വാണ്ടൈസേഷൻ വഴി ഐദർ ബൈ ട്രങ്കേഷൻ ഓർ റൗണ്ടിങ് വഴിയാണ് നമ്മൾ ആ രജിസ്റ്ററിൻ്റെ വേർഡ് സൈസിലേക്ക് ഈ ഫിൽറ്റർ കോഎഫിഷ്യൻ്റെ വാല്യൂവിനെ കൺഫൈൻ ചെയ്യുന്നത്. സോ അങ്ങനെ ക്വാണ്ടൈസ് ചെയ്യുമ്പം ദർ വിൽ ബി സം കൈൻഡ് ഓഫ് എറേഴ്സ്. അതായത് ഒറിജിനുള്ള ഫിൽറ്റർ കോഎഫിഷ്യൻ്റെ വാല്യൂവിൽ നിന്ന് ടു അക്കോമഡേറ്റ് ഇൻ ടു എ രജിസ്റ്റർ വി ഹാവ് ടു ക്വാണ്ടൈസ് ഇറ്റ്. സോ യു ക്യാൻ ഡൺ ഐദർ this by truncation or rounding. So there will be many effects due to this quantization. That is what I am going to discuss. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് we know that this filter coefficients actually reflects the location of poles and zeros. പോൾസും സീറോസിൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടുന്ന തന്നെ ഈ ഫിൽറ്റർ കോഎഫിഷ്യൻസ് നിന്നാണ്. അപ്പോൾ ഈ ഫിൽറ്റർ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ മാറുമ്പം ദർ വിൽ ബി ഷിഫ്റ്റിംഗ് ഓഫ് ലൊക്കേഷൻ ഓഫ് പോൾസ് ആൻഡ് സീറോസ്. പോൾസും സീറോസും അഫക്റ്റ് ചെയ്യുമ്പോൾ തന്നെ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിക്കും മൊത്തത്തിലെ റെസ്പോൺസിന് തന്നെ ചേഞ്ച് വരുന്നു. അതാണ് ഇവിടെ മെയിൻ വരുന്ന എഫക്റ്റ്. ദാറ്റ് ഈസ് the location of poles and zeros of the digital filter directly depends on the value of filter coefficient. അതാണ് മെയിൻ എഫക്ട്, മെയിൻ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിൽറ്റർ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്റർ കോഎഫിഷ്യൻസ് ആക്ച്വലി ഷോസ് യു ദ ലൊക്കേഷൻ ഓഫ് പോൾസ് ആൻഡ് സീറോസ്. അപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ കോഎഫിഷ്യനെ ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പോൾസിൻ്റെ സീറോസിൻ്റെ വാല്യൂസ് മാറുമല്ലോ. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ ലൊക്കേഷൻ ഷിഫ്റ്റ് ആവും. സോ ദ ക്വാണ്ടൈസേഷൻ ഓഫ് ഫിൽറ്റർ കോഎഫിഷ്യൻസ് വിൽ മോഡിഫൈ ദ വാല്യൂ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ആൻഡ് സോ ദ ലൊക്കേഷൻ ഓഫ് പോൾസ് ആൻഡ് സീറോസ്. പോൾസ് ആൻഡ് സീറോസിൻ്റെ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് ഈ പോൾസിൻ്റെ സീറോസിൻ്റെ ലൊക്കേഷൻ മാറും. therefore it will be shifted from the desired position. നമുക്ക് വേണ്ട പൊസിഷനിൽ നിന്ന് പോൾസും സീറോസും എന്ത് സംഭവിക്കും? ഷിഫ്റ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് ഇത് എന്താണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ക്രിയേറ്റ്സ് എ ഡീവിയേഷൻ ഇൻ ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം. അതാണ് മെയിൻ പോയിന്റ്. ഈ പോൾസും സീറോസും ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ ആയിട്ട് ഈ മൊത്തമുള്ള ഫ്രീക്വൻസി റെസ്പോൺസിൽ ഒരു ഡീവിയേഷൻ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ ഡിസൈഡ് റെസ്പോൺസ് ഒരിക്കലും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെയിൻ എഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ കോഎഫിഷ്യൻ്റെ ഏറ്റവും മെയിൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾസും സീറോസിൻ്റെയും വാല്യൂസ് മോഡിഫൈ ചെയ്യുന്നതിന് കാരണം ദ ലൊക്കേഷൻ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ഗെറ്റ് ഷിഫ്റ്റഡ്. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? ദ ഫ്രീക്വൻസി റെസ്പോൺസിൽ ഒരു ഡീവിയേഷൻ ഉണ്ടാവും. സോ ദ ഫ്രീക്വൻസി റെസ്പോൺസ് വിൽ ബിക്കം ഡിഫറെൻറ്റ് ഫ്രം ദ ഫ്രീക്വൻസി റെസ്പോൺസ് വിത്ത് അൺക്വാണ്ടൈസ്ഡ്. അതായത് നമ്മുടെ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്നൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഈ എഫക്റ്റ് മിനിമൈസ് ചെയ്യണമെങ്കിൽ വാട്ട് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ റിയലൈസ് എ ഫിൽറ്റർ വിത്ത് ലാർജർ നമ്പർ ഓഫ് പോൾസ് ആൻഡ് സീറോസ് ആസ് എൻ ഇന്റർകണക്ഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ. അല്ലെങ്കിൽ നമ്മൾ പല റിയലൈസേഷൻ പഠിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ഫോം റിയലൈസേഷനും കാസ്കേഡ് ഫോം റിയലൈസേഷനും. അപ്പോൾ ഈ ഫിൽറ്റർ കോഎഫിഷ്യൻ്റെ ക്വാണ്ടൈസേഷൻ നമുക്ക് എന്താണെങ്കിലും ഇല്ലാതെ പറ്റില്ല. കാരണം ബിക്കോസ് വി ഹാവ് ടു അക്കോമഡേറ്റ് ദ ഫിൽറ്റർ കോഎഫിഷ്യൻസ് ഇൻ ടു എ രജിസ്റ്റർ. സോ ദ ഓൺലി തിങ് ഹൗ യു ക്യാൻ റെഡ്യൂസ് ദ എഫക്റ്റ് ഇസ് യൂസ് ദ കാസ്കേഡ് റിയലൈസേഷൻ. കാസ്കേഡ് ഫോം റിയലൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ ക്വാണ്ടൈസേഷൻ എഫക്റ്റ് വളരെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു റീസൺ വെച്ച് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കൺസിഡർ എ സെക്കൻഡ് ഓർഡർ ഫിൽറ്റർ ഓഫ് ഹാവിംഗ് എ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഗിവൺ ബൈ h of z is equal to 1 by 1 minus 0.9 z inverse into 1 minus 0.8 z inverse. Find the effect of quantization on pole location of the given system in direct form and cascade form. Take b equal to 3 bits. അപ്പോൾ നമുക്കിവിടെ h of z തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കണേ എന്ത് എഫക്റ്റ് ആണ് ഈ ഫിൽറ്റർ കോഎഫിഷ്യൻ്റെ ക്വാണ്ടൈസേഷൻ കൊണ്ട് ഉണ്ടാകുന്നത് ബൈ കൺസിഡറിങ് രണ്ട് ഫോം കൺസിഡർ ചെയ്യാൻ പറഞ്ഞേക്കാണ്. ഒരു ഫോം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫോമും അടുത്ത ഫോം എന്ന് പറയുന്നത് കാസ്കേഡ് ഫോം. ട്രങ്കേറ്റ് ചെയ്യേണ്ട ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് 3 ബിറ്റ്. അതാണ് ടേക്ക് b equal to 3 bits എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രങ്കേറ്റ് ചെയ്യണം ടു 3 ബിറ്റ്സും
അപ്പോൾ ഈ ക്വാണ്ടൈസ് ചെയ്ത് കഴിയുമ്പം ഡയറക്റ്റ് ഫോമിലും കാസ്കേഡ് ഫോമിലെയും എഫക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗിവൺ എച്ച് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/1 മൈനസ് 0.9 ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു 1 മൈനസ് 0.8 ഇസഡ് ഇൻവേഴ്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും എച്ച് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു 1/1 മൈനസ് 1.7 ഇസഡ് ഇൻവേഴ്സ് പ്ലസ് 0.72 ഇസഡ് റേസ് ടു -2. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ഫിൽറ്റർ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ഒന്ന് 1.7ഉം പിന്നെ ഒരെണ്ണം 0.72 ആണ്. ഇനിയാണ് നമ്മൾ ഇതിനെ ക്വാണ്ടൈസ് ചെയ്യുന്നത്. ക്വാണ്ടൈസ് ചെയ്യുന്നത് എത്രയിലേക്കാണെന്ന് പറഞ്ഞിരിക്കുന്നത് 3 ബിറ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 1.7ന്റെ ബൈനറി കണ്ടുപിടിക്കുക. സോ ദാറ്റ് ഇസ് 1.1011. എന്നിട്ട് നമുക്ക് അതിനെ എന്തിലേക്ക് ട്രങ്കേറ്റ് ചെയ്യണം? വി ഹാവ് ടു ട്രങ്കേറ്റ് ടു 3 ബിറ്റ്സ്. അപ്പോൾ ഇത് ഓൾറെഡി 4 ബിറ്റ്സ് ആയതുകൊണ്ട് 3 ബിറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 വെച്ചിട്ട് പിന്നെ അങ്ങ് കളയുക. അപ്പോൾ അതെന്തായി മാറി 1.101. എന്നിട്ട് ഇതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എടുക്കുക. ഡെസിമൽ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2.625 ആയി. കണ്ടോ? അപ്പോൾ നമ്മൾ 1.7 ആയിരുന്ന വാല്യൂ ക്വാണ്ടൈസ് ചെയ്തപ്പോൾ എന്തായി മാറി? 2.625 ആയി. ഇനി അടുത്ത വാല്യൂ എടുക്കുക. എന്താണ്? 0.72. അതിനെയും ബൈനറി ആക്കി മാറ്റുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.1011 കിട്ടും. എന്നിട്ട് അതിനെ 3 ബിറ്റിലേക്ക് ട്രങ്കേറ്റ് ചെയ്യാം. 3 ബിറ്റിലേക്ക് ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.101 എന്ന് കിട്ടും. എന്നിട്ട് ഇതിനെ ഡെസിമൽ ആക്കുക. ഡെസിമൽ ആക്കുമ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.625. അപ്പോൾ അതായത് എന്ത് സംഭവിച്ചു? 0.72ൽ നിന്ന് എന്തായി മാറി? 0.625 ആയി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഇതനുസരിച്ച് അപ്പോൾ 1.7ൽ നിന്ന് ട്രങ്കേഷൻ ചെയ്തപ്പോൾ 2.625 ആയി. 0.72 ക്വാണ്ടൈസേഷൻ ബൈ ട്രങ്കേഷൻ ചെയ്തപ്പോൾ എന്തായി മാറി? 0.625 ആയി. അപ്പോൾ ഇത് വെച്ച് നമ്മുടെ പുതിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്തായി? 1/1 മൈനസ് 2.625 ഇസഡ് ഇൻവേഴ്സ് പ്ലസ് 0.625 ഇസഡ് റേസ് ടു -2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ആ പോൾസിന്റെ വാല്യൂ, കാരണം ഈ ഫിൽറ്റർ കോഎഫിഷ്യന്റ് എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? പോൾസിന്റെ ലൊക്കേഷനാണ്. അപ്പോൾ ഈ വാല്യൂ മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിച്ചു? there is a large shift in position of poles. ഇതിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത ഏത് ഫോമാണെന്ന് അറിയാമോ? ദിസ് ഇസ് ദ ഡയറക്റ്റ് ഫോം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ എഫക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റണമെങ്കിൽ ഏത് ഫോമിൽ റിയലൈസ് ചെയ്യണം? കാസ്കേഡ് ഫോം. അതാണ് അടുത്ത് പറയുന്നത്. കാസ്കേഡ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനെ 2 ഡിഫറെൻറ്റ് ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് എച്ച് ഓഫ് ഇസഡിനെ നമ്മൾ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു? H1 ഓഫ് ഇസഡ് ഇൻറ്റു H2 ഓഫ് ഇസഡ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ H1 ഓഫ് ഇസഡിന് പകരം എന്ത് എഴുതും? 1/1 മൈനസ് 0.9 ഇസഡ് ഇൻവേഴ്സും H2 ഓഫ് ഇസഡിന് പകരം നമ്മൾ എന്ത് എഴുതും? 1/1 മൈനസ് 0.8 ഇസഡ് ഇൻവേഴ്സിനും എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പം നമുക്കിവിടെ രണ്ടെണ്ണാണല്ലോ ഉള്ളത്. ഏതൊക്കെയാണുള്ളത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1/1 മൈനസ് 0.9 ഇസഡ് ഇൻവേഴ്സും അടുത്തതെന്ന് പറയുന്നത് 1 മൈനസ് 0.8 ഇസഡ് ഇൻവേഴ്സും. അപ്പോൾ ഒരു ഫിൽറ്റർ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് 0.9ഉം അടുത്ത ഫിൽറ്റർ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് 0.8ഉം. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നേരത്തെ പോലെ തന്നെ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ട്രങ്കേറ്റ് ടു 3 ബിറ്റ്. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു? 0.9നെ ബൈനറി ആക്കി മാറ്റി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.1110. ക്വസ്റ്റനിൽ 3 ബിറ്റ്സിൽ ട്രങ്കേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പം 0.1110നെ ഞാൻ എന്താക്കി മാറ്റി? 0.11 ആയി. ഇനി അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എടുത്തപ്പോൾ എന്ത് കിട്ടി? 0.875. കണ്ടോ? അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചോളൂ? 0.9 എന്ന് പറഞ്ഞ വാല്യൂ എന്തേ ആയുള്ളൂ? 0.875 ആയുള്ളൂ. അതുപോലെ തന്നെ 0.8. ഓക്കെ, 0.8 എന്ന് പറഞ്ഞ വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്യും? ബൈനറി ആക്കി 0.1100. എന്നിട്ട് അതിനെ ട്രങ്കേറ്റ് ചെയ്തു 3 ബിറ്റ്. അപ്പം ആദ്യത്തെ 3 വെച്ചപ്പം 0.110 ആയി. ഇതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എടുത്തപ്പോൾ എന്ത് കിട്ടി? 0.75. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ്? 0.9ൽ നിന്ന് 0.875ഉം 0.8ൽ നിന്ന് എന്തായി? 0.75 എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയൊരു വേരിയേഷൻ ഇല്ലല്ലോ. ഇതിലും കൂടുതൽ വേരിയേഷൻ ഇതിലുണ്ടായിരുന്നു, ഡയറക്റ്റ് ഫോമിലുണ്ടായിരുന്നു. അപ്പം നമ്മളിത് റിയലൈസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? H1 ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1/1 മൈനസ് 0.875 ഇസഡ് ഇൻവേഴ്സും H2 ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞത് ക്വാണ്ടൈസ് ചെയ്തേ 1/0.7 ഇസഡ് ഇൻവേഴ്സ് ഉള്ളു. അപ്പോൾ ഇവിടെ നോക്കിയപ്പം 0.9 ഏകദേശം അടുത്ത് തന്നെയാണ് 0.875 ഇരിക്കുന്നത്. 0.8 ഏകദേശം അടുത്തായിട്ടാണ് 0.7. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഇവിടെയും പോൾസിന്റെ വാല്യൂ മാറിയിട്ടുണ്ടെങ്കിലും പക്ഷെ ആ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏത് ഫോം? കാസ്കേഡ് ഫോം. സോ ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ഇൻ കാസ്കേഡ് ഫോം ദ ഡീവിയേഷൻ ഓഫ് പോൾസ് ആഫ്റ്റർ ക്വാണ്ടൈസേഷൻ ഇസ് ലെസ് കമ്പയർഡ് ടു ദ ഡീവിയേഷൻ ഇൻ ഡയറക്റ്റ് ഫോം. ഡയറക്റ്റ് ഫോമിൽ നമ്മൾ എന്താ കണ്ടേ? നോക്കി, ഡയറക്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ 1.7നെ 2.625ഉം 0.72നെ 0.625. ഇത് ഭയങ്കര ഒരു വേരിയേഷൻ ആണ് സംഭവിച്ചത്. അതേസമയം ഇവിടെ ഒരു ചെറിയ വേരിയേഷൻസേ സംഭവം. അപ്പോൾ നമുക്ക് ഡീവിയേഷൻ കുറവ് ഏതിലാണ്? കാസ്കേഡ് ഫോമിലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഫിൽറ്റർ കോഎഫിഷ്യന്റിന്റെ, അതായത് ക്വാണ്ടൈസേഷൻ ഓഫ് ഫിൽറ്റർ കോഎഫിഷ്യന്റിനെ മിനിമൈസ് ചെയ്യാൻ ഏത് ഫോം യൂസ് ചെയ്യാം? കാസ്കേഡ് ഫോം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഫിൽറ്റർ കോഎഫിഷ്യനെ ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും എഫക്റ്റ് ഉണ്ടാവും. എഫക്റ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ ഫിൽറ്റർ കോഎഫിഷ്യൻസ് ആണ് പോൾസിന്റെയും സീറോസിന്റെയും ലൊക്കേഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്.
അപ്പോൾ ഈ കോയഫിഷ്യൻ്റെ വാല്യൂ മാറുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പോൾസിൻ്റെ ലൊക്കേഷൻസ് മാറും. ഈ പോൾസിൻ്റെ ലൊക്കേഷൻ മാറുമ്പം നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് തന്നെ ഡീവിയേറ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്ന് മാറിപ്പോവും. അപ്പോൾ ഇതിനെ മിനിമൈസ് ചെയ്യാൻ നമ്മൾ രണ്ട് ഫോം വെച്ച് നോക്കിയപ്പം നമുക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ കാസ്കേഡ് ഫോം വെച്ച് റിയലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ക്വാണ്ടൈസേഷൻ എഫക്റ്റ് വളരെ കുറവാണ്. ബട്ട് വെൻ കമ്പയർഡ് ടു ഡയറക്റ്റ് ഫോം ഇത് കുറവാണ്, പക്ഷേ ഡയറക്റ്റ് ഫോമിൽ നല്ല വേരിയേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ഫിൽറ്റർ കോഎഫിഷ്യന്റ്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമ്പിൾ വെച്ച് എഴുതിയാലേ 10 മാർക്ക് കിട്ടുള്ളൂ. ഒരു ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതൊക്കെ ചോദിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇത് നല്ലോണം വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.